സഹായിക്കുന്നു. ഞാനിന്ന് ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത് ജീരകശാല റൈസ് കൊണ്ട് ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു ഗ്ലാസ് അരി എടുത്ത് അത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കുന്നത് എൻ്റെ ഡിയർ ഫ്രണ്ടായ ഒരു സ്പിരിച്വൽ ഫ്രണ്ടാണ്. അറിയുന്ന ഫ്രണ്ട്സ് അറിയാമെന്ന് കമൻറ്റ് ചെയ്യണേ. ആൻസു, എന്താ വിശേഷം? എന്താ ചെയ്യുന്നതിന്? ബിരിയാണിയാണ്. ആർക്കുണ്ടാക്കുക? എനിക്കില്ല, എനിക്ക് മാത്രം. കട്ടിയിൽ കൊള്ളാലോ. അമ്മ ഇച്ചിരി കൂടെ അരി ഇട്ടിട്ടുണ്ട്. എന്നമ്മ തേക്കില്ലേ? അമ്മ നോക്കമ്മ കണ്ടില്ല നിന്റെ മമ്മി. അമ്മ ഹായ് പറഞ്ഞു. നീ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര മറ്റം ഉണ്ടാക്കി? ഞാൻ തന്നെ കഴിച്ചു. ഞാൻ പരീക്ഷ വസ്തുവാണോടാ? അതെ, രണ്ടാം പരീക്ഷ വെച്ചു. അന്ന് പരീക്ഷിക്കാൻ പറ്റിയില്ല. എല്ലാവരും പോയി കണ്ടറിയാം എന്താ ഉണ്ടാക്കാൻ. കണ്ടറിയല്ല, കൊണ്ടറിയാം. ബിരിയാണി ഉണ്ടാക്കുന്നത് ഒരു അടുപ്പിട്ട് വെച്ചു. അത് ചൂടാക്കുക. കുരുമുളക് ഇടുക, ഇച്ചിരി ആവശ്യമിടുക, പിന്നെ പട്ട ഇടുക, ഫ്ലവർ ഇടുക, പിന്നെ ഇഞ്ചി ഇടുക, മസാല ചേർത്ത് കൊടുക്കുക. എല്ലാം പ്രായം നിറമാകുന്നവര് മിക്സ് ചെയ്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കും. ആൻസിന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, അല്ല ചിക്കനാണ് ഉണ്ടാക്കുന്നത്. മുളക് പൊടിയൊക്കെ പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാം പ്രായം നിറമായിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഗായ്സ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ബിരിയാണിയിൽ തൈര് ചേർക്കുമെന്ന്. ഈ കട്ടപ്പന കുട്ടി എന്ത് ചെയ്യുവാണെന്നൊന്നും അറിയത്തില്ല. കഴിച്ചിട്ടറിയാം. ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്ര ആയിരിക്കണം. ഉപ്പ് കുറയുവാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ കഴിക്കാൻ നേരത്താണ് ഉപ്പ് അങ്ങ് ഇട്ടോണം. ഈ മോൾ എങ്ങനെയാ ചില സമയത്ത് എടുത്ത അതേ അരിയുടെ അളവിൽ തന്നെ വെള്ളവും ചേർത്ത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ചെയ്യുക. അടിപ്പിക്കണം. ബിരിയാണി റെഡിയായി. നന്നായിട്ട് ആയിട്ടുണ്ട്. വെള്ളം നഷ്ടമില്ല. നന്നായിട്ടുണ്ട്. നമുക്ക് കഴിക്കാം. നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഓക്കെ ഗായ്സ്, ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പോവുകയാണ്. നല്ല പാചകക്കാരിയാണല്ലോ. ഈ പാചകം കഴിക്കേണ്ട ഭാഗ്യവൻ ആരാ? കൈപ്പുണ്യുള്ള ഞാൻ പപ്പുകയാ. നീ പറ. ഞാൻ കപ്പൻ്റെ ആവശ്യമില്ല. അന്നോളൂ അല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. വളരെ നന്നായിട്ടുണ്ട്. ഗായ്സ്, നിങ്ങളിത് ട്രൈ ചെയ്യുക. വളരെ നന്നായിട്ട് വളരെ ടേസ്റ്റിയാണ്. ഡെലീഷ്യസ് ഫുഡാണ്. മനസ്സിനൊന്നും പറയാനില്ല. ഞാൻ തിരക്കില്ല. ആ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങൾ ഡ്രസ്സിൻ്റെ കളർ ഒന്നാണ്. നാരങ്ങ അച്ചാറില്ലായിരുന്നു. അപ്പം മാങ്ങ അച്ചാറാണ് എടുത്തത്. വളരെ നന്നായിട്ടുണ്ട്. ഗായ്സ്, വളരെ നല്ല ഫുഡാണ്. നിങ്ങളിത് ട്രൈ ചെയ്യുക. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളൊന്ന് ഒരു പാർക്കിലേക്ക് പോവുകയാണ്. അരുവിക്കര ഡാം കാണാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അൻസിമക്ക് സ്വീറ്റ് പൊട്ടറ്റോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് വാങ്ങണം. വാങ്ങിച്ചതിന് ശേഷം നാളെ 5 മണിക്ക് ബസ്സുണ്ട്. ട്രിവാൻഡ്രത്ത് പോയിട്ട് അവിടെ നിന്ന് അവൾ നേരെ കട്ടപ്പനയ്ക്ക് പോകും. ഒക്കെ അവളുടെ യാത്രയോർത്തും എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ മകളും ദൈവം അനുഗ്രഹിക്കട്ടെ ധാരാളമായിട്ട്. ഓക്കെ, ഞങ്ങൾക്ക് ഇന്നലെ ഒത്തിരി സന്തോഷിക്കാനും കർത്താവിടയാക്കി ഒരുമിച്ച് വർഷിപ്പ് ചെയ്യാനൊക്കെ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ഒരുമിച്ച് ദൈവം നാം ഉയർത്തുവാൻ ദൈവം ഭാഗ്യം തന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.